വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്വീൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താണ് നമ്മൾ ടോക്ക് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പം ഒരു എന്താ പറയുക, ഒരു 50% അല്ലെങ്കിൽ ഒരു 30% ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കാം ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡ് തന്നെ കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാകാം. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള വ്ളോഗാണിത്. അത് ആക്ച്വലി ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു വ്ളോഗല്ല, ജസ്റ്റ് ബേസിക്, അതായത് ഒരു ബിഗിനേഴ്സ് ഗൈഡ് എന്ന രീതിയിൽ ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ച് ടോക്ക് ചെയ്യണതാണ്. ഓക്കെ, ഈ ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഫേസിലുള്ള എല്ലാ ഇംപ്യൂരിറ്റീസിനെയും ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് എന്താ പറയുക, ഒരു ഏറ്റവും ബെസ്റ്റ് വേ ടു ക്ലെൻസ് യുവർ ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡബിൾ ക്ലെൻസിങ് ആണ്. നമ്മൾ നോർമലി ഫേസ് വാഷ് ഒക്കെ ഇട്ട് അത് വാഷ് ചെയ്ത് കളയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഡബിൾ ക്ലെൻസിങ് ആണ്. ഓക്കെ, ഇനി ഡബിൾ ക്ലെൻസിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു 2 സ്റ്റെപ്പ് ഓഫ് ക്ലെൻസിങ് ആണ്. അതും 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യണതിനാണ് ഈ ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആയിരിക്കും യൂസ് ചെയ്യുക. ഈ ഓയിൽ ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ്, അതായത് എക്സസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓയിൽ ബേസ്ഡ് ഇംപ്യൂരിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്യണത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ക്ലെൻസിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണത് ഒന്നല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ക്ലെൻസർ അല്ലെങ്കിൽ ഫോം ബേസ്ഡ് ക്ലെൻസർ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഇത് യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ഓയിൽ ബേസ്ഡ് അല്ലാത്ത അത് ഇംപ്യൂരിറ്റീസിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ക്ലെൻസർ യൂസ് ചെയ്യണത്. ഈ ഡബിൾ ക്ലെൻസിങ് യൂഷ്വലി ചെയ്യേണ്ടത് രാത്രിയാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ആൻഡ് പുറത്തൊക്കെ പോകുമ്പോൾ ഡസ്റ്റും ഡേർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലുണ്ടാവും. സോ ആ എല്ലാവിധ ഡേർട്ട് ആൻഡ് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാത്രി നമ്മൾ ഈ ഡബിൾ ക്ലെൻസിങ് ചെയ്യണത്. സോ എക്സസ് ഓയിൽ റിമൂവ് ആവും, പ്ലസ് മേക്കപ്പ് സൺസ്ക്രീൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ അതൊക്കെ റിമൂവ് ആവും. ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസും റിമൂവ് ആവും. ഓക്കെ, അപ്പൊ ഈ ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ച് നമ്മൾ ടോക്ക് ചെയ്യുമ്പം ഈ എന്താ പറയാ, ചില ആൾക്കാർ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുറച്ച് തോട്ട്സ് അല്ലെങ്കിൽ മിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ക്ലെൻസിങ് നമ്മളിപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മേക്കപ്പ് ഉണ്ടെങ്കിലാണ് നമുക്കത് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ ഡബിൾ ക്ലെൻസിങ്ങിന്റെ ആവശ്യമില്ല. ആൻഡ് ഓയിലി സ്കിന്നുകാർ ഡബിൾ ക്ലെൻസ് ചെയ്യണ്ട. ബിക്കോസ് ഓയിലി സ്കിന്നുകാർ ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഓയിലി ആക്കും ഫേസിനെ. പിന്നെന്താ, ഡബിൾ ക്ലെൻസിങ് ചെയ്യുമ്പം ഫേസ് കൂടുതൽ ഡ്രൈ ആകും. പിന്നെ എന്താ ഇപ്പം ഈ വെറ്റ് വൈപ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്ലെൻസിങ് വൈപ്സ് എന്നൊക്കെ പോലത്തെ. സോ ആ ഒരു വൈപ്പ് യൂസ് ചെയ്ത ഡബിൾ ക്ലെൻസിന് എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അതായത് വെറ്റ് വൈപ്സ് ഒക്കെ ഡബിൾ ക്ലെൻസിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് എന്നൊക്കെ കുറേ മിത്തുകളുണ്ട്. ഓക്കെ, അതിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ളതായിരിക്കാം. ഈവൻ ഞാനും കേട്ടിട്ടുണ്ട് ഓയിലി സ്കിന്നുകാർക്ക് ഡബിൾ ക്ലെൻസിങ് പറ്റില്ല, സ്കിൻ ഡ്രൈ ആക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് അങ്ങനെ ഒന്നുമല്ല. ഡബിൾ ക്ലെൻസിങ് ആക്ച്വലി ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള എല്ലാ മേക്കപ്പും സൺസ്ക്രീൻ പിന്നെന്താ എല്ലാവിധ ഡേർട്ടും എല്ലാ ഇംപ്യൂരിറ്റീസിനെയും റിമൂവ് ചെയ്യും. ആസ് ഐ സെഡ് ഏർലിയർ, ലൈക്ക് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ഓയിലി ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെല്ലാം റിമൂവ് ചെയ്യും. ആൻഡ് വാട്ടർ അല്ലെങ്കിൽ ഫോം ബേസ്ഡ് ക്ലെൻസർ അതർ ഇംപ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്യും. സോ ആ ഒരു പ്രോസസ്സ് ചെയ്യണത് നമ്മുടെ ഫേസിലുള്ള എല്ലാം, അതായത് എന്താ പറയുക, മേക്കപ്പ് സൺസ്ക്രീൻ എല്ലാ സാധനത്തിനെയും റിമൂവ് ചെയ്യും. ഓക്കെ, ഈ ഓയിലി സ്കിൻ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ബേസ്ഡ് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ഓയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നായിരിക്കും. സോ അവർക്ക് എന്തുകൊണ്ടും ബെസ്റ്റാണ് ഈ ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ മെത്തേഡ്. കാരണം അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എന്താ, ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആണ്. സോ അവരുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ ഇംപ്യൂരിറ്റീസ് ആൻഡ് എല്ലാവിധ എന്താ പറയുക ഓയിലും എക്സസ് സെബവും എല്ലാം റിമൂവ് ചെയ്യും ബൈ ഡൂയിങ് ഡബിൾ ക്ലെൻസിങ്. സോ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും മസ്റ്റ് ആൻഡ് ഏറ്റവും ബെസ്റ്റ് ഒരു ക്ലെൻസിങ് മെത്തേഡാണ് ഡബിൾ ക്ലെൻസിങ്. ഈ ടോട്ടൽ ഒരു ഡബിൾ ക്ലെൻസിങ്ങിന്റെ പ്രോസസ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒരു സ്കിൻ കെയർ റൂട്ടീനിന്, അതായത് ഇപ്പോൾ നമ്മൾ രാത്രി ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പം
രാത്രിയിലത്തെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനെ നമ്മുടെ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുക. കാരണം ഫുൾ ക്ലീൻ ആക്കി നമ്മുടെ കയ്യിൽ തരും. ഓക്കെ, സോ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിന് പറ്റിയ പ്രൊഡക്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്യുക. അതായത് ഇപ്പം എന്താ പറയുക, ഡ്രൈ സ്കിന്നിൻ്റെ ക്ലെൻസർ എടുത്തിട്ട് ഓയിലി സ്കിന്നാർ യൂസ് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ ആ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ള എന്താ പറയുക ക്ലെൻസേഴ്സ് ചൂസ് ചെയ്യാം. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫേസ് ഷോപ്പിൻ്റെ ആണ്. കാണാൻ പറ്റുമെന്നറിയില്ല, കാരണം ലൈറ്റ് അടിക്കുമ്പം കറക്റ്റായിട്ട് അറിയുമെന്നറിയില്ല. ഇത് റൈസ് വാട്ടർ ബ്രൈറ്റ് റിച്ച് ക്ലെൻസിങ് ഓയിലാണ് ഫേസ് ഷോപ്പിൻ്റെ. ആൻഡ് അതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യണത്. ബിക്കോസ് ഇറ്റ്സ് ക്ലെൻസിങ് ഓയിലാണ്, ഓയിൽ ബേസ്ഡ് ആണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. സോ ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ്ലി ഈ അടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എങ്ങനെ, ഞാനിത് കുറേ പേരുടെ കയ്യിൽ ഈ ഒരു എന്താ പറയുക റൈസ് വാട്ടർ ബ്രൈറ്റ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. സോ ഇതാണിപ്പോൾ എൻ്റെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ക്ലെൻസറായിട്ട് ഞാൻ യൂസ് ചെയ്യണത് സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, കാരണം ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സാധനമാണ് ആൻഡ് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. സോ യു ക്യാൻ ട്രസ്റ്റ് ദിസ് വൺ. ഓക്കെ, സോ ഈ രണ്ട് ക്ലെൻസേഴ്സ് ആണ് ഞാനിപ്പോൾ കറന്റ്ലി യൂസ് ചെയ്യണത്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി. ബട്ട് ദിസ് വൺ ഇപ്പോൾ ഈ അടുത്താണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ബിക്കോസ് ഇതിൻ്റെ ഒരു സാമ്പിൾ കിട്ടിയിരുന്നു. സാമ്പിളാണ് ആദ്യം യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കാരണം കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ഡബിൾ ക്ലെൻസിങ് ചെയ്യുമ്പം ഒരു 60 സെക്കൻഡ് റൂള് ഫോളോ അപ്പ് ചെയ്യുക. അതായത് ഓരോ സ്റ്റെപ്പും 60 സെക്കൻഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ആവാൻ ഒരു ടൈം എടുക്കും. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് ലൈക്ക് ഇപ്പോൾ ഒരു ഫേസ് വാഷ് ചെയ്യണം, അപ്പം തന്നെ വാഷ് ചെയ്താലതിനൊക്കെ നല്ലത് അത് കുറച്ച് ടൈം എടുത്ത് നല്ലോണം മസാജ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് അത് അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കാരണം അത് ആ ഒരു മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു എന്താ പറയുക ഒരു റിലാക്സിങ് ഫീൽ കിട്ടും. മസാജ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തൊക്കെ ആവുമ്പം മേക്കപ്പും സൺസ്ക്രീനും എല്ലാവിധ കാര്യങ്ങളും ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ 60 സെക്കൻഡ് റൂള് ഫോളോ ചെയ്യാം. ഇനിയിപ്പോൾ ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ഡബിൾ ക്ലെൻസിങ് ഓവർ ക്ലെൻസിങ്ങിന് കാരണമാവുമെന്ന്. ബട്ട് ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ മെത്തേഡ് 60 സെക്കൻഡ് മെത്തേഡിൽ ഫോളോ ചെയ്യുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് 60, സെക്കൻഡ് സ്റ്റെപ്പ് 60. സോ ടോട്ടൽ 2 മിനിറ്റ്സ്, അതായത് 2 മിനിറ്റ്സിൽ കൂടുതൽ ഡബിൾ ക്ലെൻസ് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഡൂയിങ് ആണ്, ക്ലെൻസിങ് ഓവർ ഡൂയിങ് ചെയ്യും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്സ് അത്രയും നമ്മൾ ക്ലെൻസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ജെന്റിലായിരിക്കണം. അത് ഭയങ്കര ഹാർഷായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് തന്നെയാണ് കേട്. സോ ബി ജെന്റിൽ ഓൺ യുവർ സ്കിൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു കുഴപ്പവും വരില്ല. ഭയങ്കര ഹാർഷായിട്ട് നമ്മൾ ചെയ്യുമ്പം അത് സ്കിന്നിനെ ഡാമേജ് ആക്കും. ഓക്കെ, അപ്പോൾ ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ചേർന്നത് അത് ചൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മിസെല്ല വാട്ടർ മേക്കപ്പ് റിമൂവ് ചെയ്യുമല്ലോ, അതും ചെറുതായിട്ട് ഓയിൽ ബേസ്ഡ് ആണല്ലോ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മിസെല്ല വാട്ടർ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വാട്ടർ അല്ലെങ്കിൽ ഫോം ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്താൽ പോരെ എന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മിസെല്ല വാട്ടർ ആക്ച്വലി നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യണത് അല്ലേ. ഇപ്പം നമ്മൾ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. സോ അങ്ങനെയാണ് നമ്മൾ ഈ മിസെല്ല വാട്ടർ യൂസ് ചെയ്യുക. ബട്ട് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ സംഭവങ്ങളും റിമൂവ് ചെയ്യും. സൺസ്ക്രീൻ, മേക്കപ്പ്, പിന്നെന്താ ഓയിൽ ബേസ്ഡ് ഇംപ്യൂരിറ്റീസ് എല്ലാം. സോ മിസെല്ല വാട്ടറും ഓയിൽ ബേസ്ഡ് ക്ലെൻസറും സെയിം ആണെന്ന് വിചാരിക്കരുത്. രണ്ടും രണ്ട് ടൈപ്പാണ്. മിസെല്ല വാട്ടർ ഇസ് സംതിങ് എൽസ് ആൻഡ് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ഇസ് സംതിങ് എൽസ്. സോ അത് രണ്ടും നമ്മൾ മിക്സപ്പ് ചെയ്യരുത്. മിസെല്ല വാട്ടർ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പം അല്ലെങ്കിൽ ഒരു ഡേ ടൈമിലൊക്കെ മേക്കപ്പ് റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് രാത്രി അല്ലെങ്കിൽ ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ചെയ്യുമ്പം ഒരിക്കലും ഓയിൽ ബേസ്ഡ് ക്ലെൻസറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മിസെല്ല വാട്ടർ യൂസ് ചെയ്യരുത്. ഓക്കെ, സോ ഇത്രയുമാണ് ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു ബിഗിനേഴ്സ് ഗൈഡ് എന്ന രീതിയിൽ ഉള്ള സംഭവം. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്.
സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്